ഉടമ്പടി നമ്മൾ എന്താ ചെയ്യണത്? മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആര് ചെയ്യും? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. എന്താ കാര്യം? അവൻ പറഞ്ഞത് ആദ്യത്തെ കാര്യം എന്താ? അനുദപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അവൻ പറഞ്ഞ അവസാനത്തെ കാര്യം എന്താ? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം. ഇപ്പം വിശ്വസിച്ച സുവിശേഷം കൈമാറുന്നത്, ഇതാണ് ഉടമ്പടി ആസ്തി എന്ന് പറയണത്. ഇത് സഭയുടെ പുതിയ പഠനങ്ങൾ വന്നപ്പോൾ ഉടമ്പടി ശരിക്കും ജ്വലിച്ചെന്ന് പറയാം. എന്താ വെച്ചാൽ കറക്റ്റ് ജനങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് ജീവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് സഭ അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. കാര്യം കൃപാസനത്തിൽ വന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ എന്താ ചെയ്യണം? ആദ്യമേ നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്രമീകരിക്കുക. ആദ്യം ക്രിസ്തീയ ജീവിതം ആരോടെ ക്രമീകരിക്കണത്? കൂദാശകളുടെ ക്രമീകരിക്കണം ആദ്യം, അല്ലേ? കാര്യമുണ്ട്. കൃപയുടെ സ്രോതസ് എന്താണ്? കൂദാശ അടിസ്ഥാന സ്രോതസ് എന്താണ്? കൃപയുടെ അടിസ്ഥാന സ്രോതസ് എന്താണ്? ഈശോ സ്ഥാപിച്ച കൂദാശകളാണ്. അത് സഭയിലാണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സഭയുമായിട്ട് നിങ്ങൾ അനുരഞ്ജനപ്പെടുത്തും. പിന്നെന്ത് ചെയ്യും? 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കണം. അത് വല്ലപ്പോഴും കുമ്പസാരിച്ചാൽ പോരാ. പിന്നെന്ത് ചെയ്യണം? സഭയുടെ പ്രവർത്തനങ്ങളോട് നിങ്ങൾ യോജിക്കണം. സഭയിൽ നിങ്ങൾ സുവിശേഷ വേല ചെയ്യണം. ഓരോരുത്തരുടെ സഭയിലും ഓരോ ഇടവകയിലും ജ്ഞാനസ്ഥാനം, അത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഉടമ്പടിയിൽ. നിങ്ങൾ ജ്ഞാനസ്ഥാനം സ്വീകരിച്ച സഭയോട് നിങ്ങൾക്ക് കൂറും വാത്സല്യവും ഉണ്ടാകണം. അത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അതിനെ വളർത്തണമെന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കാര്യം? അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ ഭാഗമാണത്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ കാര്യവും നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് സഭയുടെ പഠനങ്ങൾ കേട്ട് അതേസമയം തന്നെ നമ്മൾ സ്വന്തം നിലയിൽ ക്രിസ്തു നേടിയെടുത്ത, ഇപ്പോൾ ദൈവം മന്ന നൽകിയെങ്കിലും പെരുക്കിയെടുക്കണത് ആരാ? വട്ടിയും കൊട്ടയും കൊണ്ടുവന്ന് പെരുക്കിയെടുക്കേണ്ട ആൾക്കാരെ. ഇപ്പം ദൈവം ആകാശത്ത് മന്ന ഭക്ഷിച്ചു. പക്ഷേ അത് ദൈവം കൊണ്ടൊന്നും ആരുടെയും വായിക്കൊണ്ടൊന്നും ഇട്ട് തന്നില്ല മന്ന. അവർ മണ്ണിൽ നിന്ന് പെരുക്കിയെടുക്കുകയാണ് ചെയ്തത്, അല്ലേ? എന്നിട്ട് അവർ പാകം ചെയ്താണ് എടുത്തത്. അപ്പം ആ ഒരു പ്രോസസ്സുണ്ട് എപ്പോഴും. അതിനാണ് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത്. അവൻ കൃപകൾ ഉൽപ്പാദിപ്പിച്ചു, കൃപയുടെ സമുദ്രം തടാകം സൃഷ്ടിച്ചു. പരിശുദ്ധ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ പുഴയായി നമ്മളിലേക്ക് ഒഴുകാൻ കാരണം എന്താ? കാരണം അത് ദൈവനിശ്ചയമായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ അമ്മ നമ്മുടെ ഓപ്ഷൻ അല്ലല്ലോ. അത് പരിശുദ്ധ അമ്മ നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. അത് പരിശുദ്ധ അമ്മയ്ക്ക് പല ടൈറ്റിലുകളുണ്ട്. ഏതെല്ലാം ടൈറ്റിലാണ് ഉണ്ടത്? അമ്മ നിത്യകന്യക ഒരു ടൈറ്റിലാണ്. പിന്നെന്താണ്? ദൈവമാതാവ് ഒരു ടൈറ്റിലാണ്. പിന്നെ എന്താണ്? അമലോത്ഭവം ഒരു ടൈറ്റിലാണ്. ഈ ടൈറ്റിലൊക്കെ ഓളോണേഴ്സാൻ കിട്ടിയതാണ്. അല്ല, അമലോത്ഭവം എന്ന് പറയണത് സിറിയൻ ചർച്ചിൻ്റെ പഠനങ്ങളാണ്. ആദ്യത്തെ വിശുദ്ധ എബ്രേം പിതാവാണ് 4-ാം നൂറ്റാണ്ടിൽ ആദ്യം അമ്മയുടെ പരിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചതും ധ്യാനിച്ചതും. അതിനുശേഷം സഭ 10-ാം നൂറ്റാണ്ടിലായപ്പോൾ ഇംഗ്ലണ്ടിലെ സഭയാണ് അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞത്. സഭയല്ല, ഇംഗ്ലണ്ടിലെ സഭയാണ് പറഞ്ഞത്. ഇംഗ്ലണ്ടിലെ സഭ അമ്മ അമലോത്ഭവയാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് 11-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് പറഞ്ഞത് അമ്മ അമലോത്ഭവയാണെന്ന്. അതിനെക്കുറിച്ചുള്ള നൂറ്റാണ്ടുകളുടെ പഠനത്തിന് ശേഷമാണ് 1854 സഭ അമലോത്ഭവയാണെന്ന് റോം പറയണത്. വിഷയം അതിൻ്റെ പ്രോസസ്സ് അതാണ്. അതുപോലെ സഭയുടെ വിശ്വാസങ്ങൾക്കെല്ലാം പ്രോസസ്സാണ്. അതൊന്നും അവസാന വാക്കല്ല, അതെല്ലാം പ്രോസസ്സിലാണ്. ഓരോരോ കാലഘട്ടങ്ങളിൽ സഭ അതിൻ്റെ നിലപാടുകളും നയങ്ങളും ജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതാത് കാലത്തെ പ്രബോധന അധികാരം. അത് കത്തോലിക്ക സഭ എല്ലായിടത്തും കത്തോലിക്കമാണല്ല. കത്തോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിശ്വസിക്കുന്നത് തന്നെയായിരിക്കും അന്റാർട്ടിക്കയിലും വിശ്വസിക്കുന്നത്. ഒറ്റ വിശ്വാസം. എന്താ കാര്യം? അത് സഭയുടെ അപ്പോസ്തലിക പ്രബോധന അധികാരമാണ്. എന്താണ്? അങ്ങനെ ഒരു സഭ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. അതിന് തിരുസഭ എന്നാണ് പറയണത്. അതിനെ ഹോളി ചർച്ച് എന്ന് പറയണ കാര്യം ദൈവത്തിൻ്റെ അപ്പോസ്തലിക പാരമ്പര്യത്തിൽ. അങ്ങനെ പാരമ്പര്യം പറയാൻ ആരുമില്ലല്ലോ. അതാണ് വിഷയം. പിന്നെ ആകപ്പാടെ ഉള്ളത് ഓർത്തഡോക്സ് സഭയാണ് ഉള്ളത്. അതായത് ഓർത്തഡോക്സ് സഭ, അത് ആദിമ സഭകൾ ഇവരൊക്കെയാണ്. സിറിയൻ ആദിമ സഭകൾ, ആദിമ അപ്പോസ്തലിക് ട്രഡീഷനുള്ള സഭകൾ. ആ സഭകളിൽ തമ്മിൽ ഐക്യപ്പെടണം. അപ്പോൾ ഐക്യപ്പെടുന്നത് കൊണ്ട് തന്നെ പ്രബോധനത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായ പ്രബോധനം ഉൾപ്പെടുത്താൻ കത്തോലിക്ക സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. കാര്യം എന്താണ്? കത്തോലിക്ക സഭ പോലെ കൃത്യമായിട്ടും പത്രോസിൻ്റെ സിംഹാസനം തൊട്ട് ഇന്ന് ലയോ മാർപ്പാപ്പ വരെ ചരിത്രത്തിലൂടെ കൃത്യമായിട്ടും കൃപ കൈമാറി വന്നിട്ടുള്ള ചരിത്രരേഖകൾ ആർക്കും ഇല്ല. അപ്പം അതിൻ്റെ വെളിച്ചത്തിലാണ്
സഭയാണ് ഇവിടെ വെളിച്ചമായി ഒരു നെടുന്തൂണായി ലൈറ്റ് ഹൗസ് എന്നുകൊണ്ട് എല്ലാ സഭകൾക്കും പ്രകാശം കൊടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോസ്തലിക സഭയുടെ ഐക്യവും അതിനുശേഷമുള്ള ഈ സഭയെന്ന് പറയുന്ന ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ടല്ലോ, ക്രിസ്ത്യൻ ഗ്രൂപ്പുകളാണത്. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർക്ക് തോന്നിയ വെളിച്ചത്തിൽ അവരുണ്ടാക്കിയിട്ടുള്ള കൂട്ടായ്മകളാണ്. അപ്പം അത് സഭ വേറെ, തിരുസഭ വേറെ, കൂട്ടായ്മകൾ വേറെ, ഗ്രൂപ്പുകൾ വേറെ. ഗ്രൂപ്പുകൾ പിന്നീട് വരേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വല്ല ഗ്രൂപ്പുകളും വല്ലതും പറയണമെന്ന് കേട്ടിട്ട് ഇപ്പോൾ ഗ്രൂപ്പുകൾക്കല്ല ഭയങ്കര ആഹ്ലാദമാണ്. മാതാവിൻ്റെ മധ്യസ്ഥ എടുത്ത് മാറ്റി പറഞ്ഞ് ഗ്രൂപ്പുകളെല്ലാം കിടന്നുണ്ട്. എന്ത് അതൊന്നും ഗ്രൂപ്പുകളാണത്, സഭകളല്ലത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, എപ്പോഴും നമ്മൾ സത്യസഭയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും സത്യസഭയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ആ കൂട്ടായ്മയിൽ നിലനിൽക്കാൻ കഴിയണത് ദൈവാനുഗ്രഹമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എപ്പോഴും എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതായത് സഭയുടെ പുതിയ പ്രബോധനം എന്നല്ല, സഭ ചില ആൾക്കാർ വിശ്വസിച്ചിരുന്ന സുവിശേഷ വിഹിതമല്ലാത്ത കാര്യങ്ങൾക്ക് കറക്ഷനാണ് നൽകിയിരിക്കണേ. ഇപ്പം ഒരു കറക്ഷൻ വന്നിരിക്കുകയാണ്. ഈ കറക്ഷൻ ശരിക്കും ഉടമ്പടിയെ ശരിക്കും സഹായിക്കുന്നുണ്ട്. എന്താ കാര്യം? ഉടമ്പടിയിൽ വരുമ്പോൾ എന്താണ്, ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ, ആരാണ്? ഈശോ പറയണ പോലെ നമ്മൾ ചെയ്ത് ജീവിച്ചുകൊള്ളാമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ്. ആ മധ്യസ്ഥം എന്ന് പറയുന്നത് എന്ത് മധ്യസ്ഥമാണ്? മീഡിയാട്രിക്സ് അല്ലത്, ഇൻറ്റർസെസറി മീഡിയേഷനാണ്. എന്താണ്? പ്രാർത്ഥനാ മധ്യസ്ഥമാണ്. മാതാവിൻ്റെ സാന്നിധ്യ മധ്യസ്ഥമാണ്. ആ സാന്നിധ്യ മധ്യസ്ഥമാണ് നമ്മളെ കൊണ്ട്. ഇപ്പോൾ നമ്മൾ കാനായിലെ കല്യാണത്തിൽ എന്താ ഉള്ളത്? പ്രാർത്ഥനാ മധ്യസ്ഥവും സാന്നിധ്യ മധ്യസ്ഥവുമാണ്. അപ്പോൾ സാന്നിധ്യ മധ്യസ്ഥത്തിലാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത്. അപ്പോൾ ഈശോ എന്താ പറയണത്? എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനിയും സമാഗതമാണ്. പാകാത്ത സമയമാക്കിയെടുക്കുന്നതിനും അമ്മയുടെ മധ്യസ്ഥമാണ് സഹായിക്കുന്നത്. ആ മധ്യസ്ഥമാണ് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉടമ്പടിയിൽ സാന്നിധ്യം മധ്യസ്ഥം ഉള്ളത് കൊണ്ടാണ് യേശുവിൻ്റെ ഇപ്പോൾ കാനായിലെ കല്യാണത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു ഇല്ലായ്മ മൂലം ഉണ്ടാകുന്ന അപമാനത്തിനെ വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് അത് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്തിക്കണമല്ല, എത്തിക്കാനും അത് നടപടി സ്വീകരിക്കാനും അമ്മയ്ക്ക് അർഹതയുണ്ട്, അധികാരമുണ്ട്. ആ അമ്മയുടെ അധികാരത്തെയാണ്, ക്രിസ്തുവിലുള്ള അമ്മയുടെ മാധ്യസ്ഥ സ്വാധീനത്തെയാണ് ഉടമ്പടി ഏറ്റു പറയണത്. എന്താ കാര്യം? അവൻ പറയണത് പോലെ ചെയ്യാൻ. അപ്പം നിങ്ങൾ ഒരു കാര്യം ജീവിതത്തിൽ പ്രതിസന്ധി വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ സുവിശേഷ വിഹിതമായി ജീവിതം ക്രമീകരിച്ചാൽ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമെന്നാണ് ഉടമ്പടി പ്രഖ്യാപിക്കുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ ടൈറ്റിൽസ് ഉണ്ട്. അമലോത്ഭവ മാതാവ്, നിത്യകന്യക, ദൈവമാതാവ്, ടൈറ്റിൽസ്, മാതാവിൻ്റെ ടൈറ്റിൽസാണ്. ഇനി മാതാവിൻ്റെ പക്ക ഏറ്റവും ക്യാപിറ്റൽ ടൈറ്റിൽ എന്താ? ആ ക്യാപിറ്റൽ ടൈറ്റിൽ പുതുതായിട്ട് ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അത് ഓൾറെഡി ബൈബിൾ ഇൻബിൽറ്റാണ്. ക്യാപിറ്റൽ ടൈറ്റിൽ എന്താണത്? ദ മദർ ഓഫ് ജീസസ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അമ്മ മാതാവിനും തിരുകുമാരനും മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് എമിൻ ഗിബ്സൺ, ഇതെൻ്റെ ഹസ്ബൻഡ് ഗിബ്സൺ.
എൻ്റെ 2 മക്കൾ ആഷ്ലിൻ ആൻഡ് സാമുവൽ. ഞങ്ങൾ ഒല്ലൂർ ഇടവകാംഗമാണ്. 2019 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസന മാതാവിനെ കുറിച്ച് അറിയുന്നത്. ആ സമയത്ത് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമായിരുന്നു. സ്വാഭാവികമായി എനിക്ക് ഈശോ തന്ന ദാനമായിരുന്നു. എന്നാൽ എന്നും അസുഖമുള്ളതിനാൽ രണ്ടാമതൊരു കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചതേയില്ല. പക്ഷേ പിന്നീട് അവൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ വളരെ വിഷമത്തിലായി. ഒരു അനിയനോ അനിയത്തിയോ വേണമെന്നുള്ള വാശി അവൾക്ക് ആരംഭിച്ചു. ഒറ്റപ്പെട്ടൊരു രീതിയിലേക്കൊക്കെ പോയപ്പോൾ ഞാനും എൻ്റെ മനസ്സുകൊണ്ട് രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നൊരു സമയമായിരുന്നു. സ്വാഭാവികമായി ആദ്യത്തെ കുഞ്ഞുണ്ടായതിനാൽ ചികിത്സയൊന്നും വേണ്ട എന്നായിരുന്നു ധാരണ. പക്ഷേ ഞങ്ങൾ വിചാരിച്ചതിൽ നിന്നൊക്കെ അപ്പുറത്ത് ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടാൻ വളരെയധികം വൈകി. ചികിത്സിച്ചു, ഒരുപാട് ഡോക്ടർമാരെ മാറ്റി കാണിച്ചു, മരുന്നുകൾ കഴിച്ചു. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമെങ്കിലും എനിക്ക് കുട്ടികളുണ്ടാകുന്നില്ല. IVF ആണ് ഡോക്ടർ അവസാനം പറഞ്ഞ ഒരു പോംവഴി. പക്ഷേ അത് ചെയ്യാൻ എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിരുന്നില്ല. ആഗ്രഹമുണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് എനിക്കൊരു സ്വരം കേൾക്കാമായിരുന്നു. നീ എത്ര ചികിത്സിച്ചാലും, ഏത് ഡോക്ടറെ കാണിച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും നിനക്ക് കുഞ്ഞിനെ നൽകുന്നത് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ചികിത്സിക്കാതെ, ഡോക്ടറെ കാണിക്കാതെ നിനക്ക് കുഞ്ഞിനെ തരാൻ ദൈവത്തിന് കഴിയില്ലേ? ഈ ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ വല്ലാതെ മുറുകെ പിടിച്ചു. ഞാൻ അതോടുകൂടി എല്ലാ ചികിത്സയും മരുന്നും അവസാനിപ്പിച്ചു. അതൊരു മാർച്ച് മാസമായിരുന്നു. ഞാൻ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയാണ്. ഏപ്രിൽ മാസത്തിൽ കുട്ടികളുടെ പേപ്പർ സബ്മിറ്റ് ചെയ്യാൻ സ്കൂളിലേക്ക് പോയപ്പോൾ എൻ്റെ കോവർക്കറായ സിസ്റ്റർ രശ്മിയാണ് കൃപാസനം പത്രം ആദ്യമായി എന്നെ പരിചയപ്പെടുത്തിയത്. സിസ്റ്റർ ഈ പത്രം കൊണ്ടെന്ന് എന്നോട് ഇത്രയാണ് പറഞ്ഞത്: എമിൻ, കൃപാസനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയി കഴിഞ്ഞാൽ നിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. കൃപാസനം എന്ന് കേട്ടപ്പോൾ എനിക്ക് ആദ്യം ഒരു തെറ്റിദ്ധാരണ വന്നു. ഞാൻ ഇത്രയും മാത്രം ചോദിച്ചു, സിസ്റ്റർ ഇത് നമ്മുടെ മാതാവും ഈശോയുമാണോ അവിടെയുള്ളത്? എനിക്ക് മറ്റൊരു വിധത്തിലേക്കും പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പൊക്കോ, നീ ഏത് വിശ്വാസത്തിലാണോ വളർന്നത് അവിടെയുള്ളത് നിൻ്റെ മാതാവും ആ ഉണ്ണീശോയുമാണ്. പേപ്പർ കിട്ടി, വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് എൻ്റെ വിഷമം കണ്ട എൻ്റെ ഹസ്ബൻഡ് കുടുംബത്തോടു കൂടി, ഡാഡി ഒഴിച്ച് ബാക്കി എല്ലാവരും ഞങ്ങൾ വണ്ടി പിടിച്ച് ഇവിടെ എത്തി. ഉടമ്പടി എന്താണെന്നോ അത് എങ്ങനെ നിറവേറ്റണമെന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് വരുന്നത്. മാതാവേ, എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യം നടക്കുമെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഉറച്ചൊരു ബോധ്യം എനിക്ക് ഈശോ തരുന്നുണ്ട്. പക്ഷേ ഈ ഉടമ്പടി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി പത്രം കിട്ടിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ 6 നിയോഗങ്ങളും എഴുതി വെച്ചു. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, എന്ത് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞങ്ങളെ ഒരു കാരണവശാലും പിരിക്കരുത്. അങ്ങനെ വീട്ടിൽ പോയി ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ബൈബിൾ വായന, അതുപോലെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ പങ്കെടുത്തു. കൃത്യമായി കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് വെഞ്ചരിച്ച വസ്തുക്കളെല്ലാം ഞാൻ വിശുദ്ധിയോടുകൂടി ഉപയോഗിച്ചു. അങ്ങനെ ഒരു ദിവസം ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പ്രാർത്ഥിച്ച് അറിയാതെ 11 മണിക്ക് ഞാൻ എൻ്റെ റൂമിൽ തനിയെ ഇരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി. ഞാനപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ കിടക്കുന്ന റൂമിൽ മുഴുവൻ കൊടുങ്കാറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു തരം കാറ്റ്. അതുമാത്രമല്ല, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പതുക്കെ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ ഒരു ചുരിദാറിൻ്റെ അടിഭാഗം, പാൻറ്റ് മാത്രമേ കാണുന്നുള്ളൂ, ഒരു നീല പാൻറ്റ് പെട്ടെന്ന് പാസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആരോ എന്നെ ശക്തിയായിട്ട് എന്നെ വിളിച്ചുണർത്തിയതായിട്ട് തോന്നിയിട്ട് ഞാൻ കണ്ണ് തുറന്ന് നോക്കി. കണ്ണ് തുറന്നപ്പോൾ എനിക്ക് എന്താ ഇപ്പോൾ സംഭവിച്ചതെന്നുള്ളൊരു, എന്തോ വലുതെന്തോ വരുന്നുണ്ടെന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വേഗം ഞാൻ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്നു. താഴെ, ഞാൻ മുകളിലത്തെ നിലയിലാണ് കഴിഞ്ഞിരുന്നത്. താഴെ ആരോ സംസാരിക്കുന്നുണ്ട്. എനിക്കത് ആരാണെന്നറിയണം. ഞാൻ പതുക്കെ ഏന്തി വരിഞ്ഞ്, അവരെന്നെ കാണാനും പാടില്ല, പക്ഷെ എനിക്ക് അവരെ കാണുകയും വേണം. ഞാൻ പതുക്കെ നോക്കുമ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ നീല പാൻറ്റ്, അതാണ് ഞാൻ കണ്ടത്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും താഴെയുള്ള അനിയൻ്റെ ഭാര്യയായിരുന്നു. ഞാനപ്പോൾ തന്നെ എനിക്ക് ഇതെന്തൊരു അത്ഭുതം, ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ സംഭവിച്ചത്. ഞാൻ വേഗം വന്ന് ബൈബിൾ തുറന്ന്
വായിച്ചപ്പോൾ ജെറമിയ 31 ഈ അധ്യായമാണ് എനിക്ക് കിട്ടിയത്. അതിൽ പറയുന്നുണ്ട്, നീ സുഖമായി എഴുന്നേറ്റു, നന്നായി ഉറങ്ങി. അപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാൻ അപ്പോൾ സംഭവിച്ച കാര്യം തന്നെയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ ഉറങ്ങായിരുന്നു, അത് സുഖമായിട്ട് ഉറങ്ങി, സുഖമായിട്ട് എഴുന്നേറ്റു. പിന്നത്തെ സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു, നിനക്ക് സന്താനപുഷ്ടി ഉണ്ടാകും. അപ്പോൾ ആദ്യത്തെ 2 കാര്യവും അതുപോലെ നടന്നു. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആ പാൻറ്റും ഞാൻ കണ്ടു. അപ്പോൾ ഇതും തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളൊരു ബോധ്യം, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ചിന്ത, അതൊരു വല്ലാത്തൊരു വിശ്വാസമായിരുന്നു. എങ്കിലും ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. കാരണം ഇതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലുള്ളവർ വിശ്വസിക്കില്ലല്ലോ. ഞാൻ വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം വീട്ടിലൊരു ടെസ്റ്റ് നടത്തി. പക്ഷേ ടെസ്റ്റ് നടത്തുമ്പോൾ എനിക്കറിയാം ഇത് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഉണ്ണിയുണ്ടെന്നുള്ളത്. അങ്ങനെ ഞാൻ പ്രഗ്നൻ്റായി. ഉടമ്പടി എടുക്കുമ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുത്തത്. അത് വാക്ക് പാലിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എത്തിയെങ്കിലും ഇവിടെ ഇടിവെട്ട് സാക്ഷ്യങ്ങളാണ്. എൻ്റെ സാക്ഷ്യമൊന്നുമല്ല എന്ന് എനിക്ക് തോന്നിയൊരു നിമിഷം. അപ്പോൾ അവിടെ പുറത്തിരുന്നൊരു ബ്രദർ എന്നോട് ചോദിച്ചു എന്താണ് സംഭവമെന്ന്. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോള് പോയിക്കോ, ഉണ്ണിയുമായിട്ട് വന്നാൽ മതി, ഉണ്ണിയായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. കുറച്ച് വിഷമത്തിലാണെങ്കിലും ഞാൻ ശരിയാണെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഡിസ്ക് കംപ്ലൈൻ്റ് ആയിട്ട് ആൾ പെട്ടെന്നൊന്ന് വീണു. അപ്പോൾ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആളെ ബാത്റൂമിൽ നിന്ന് വലിച്ച് റൂമിലേക്ക് എത്തിച്ചു. പിന്നെ അനിയന്മാരെയൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എനിക്ക് ബ്ലീഡിങ് വന്നിട്ടുണ്ട്. ഞാൻ തൃശ്ശൂർ മദർ ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ സ്കാൻ ചെയ്ത് ഈ സ്ക്രീൻ എൻ്റെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിട്ട് എന്നോട് പറഞ്ഞു, മോളെ എന്തായാലും ഈ കൊച്ചിനെ നിനക്ക് കിട്ടില്ല, കാരണം യൂട്രസിൽ കംപ്ലീറ്റ് ബ്ലീഡിങ് ആണ്, ഒരു തരത്തിലും മോള് വീടെത്തില്ല, അപ്പോൾ ഇന്നിവിടെ അഡ്മിറ്റ് ആവണം. എനിക്കാണെങ്കിൽ ആ സമയത്ത് ചുറ്റും നിറയെ ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് ആരുമില്ല. എൻ്റെ ഹസ്ബൻഡ് ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ ഡിസ്ക് ബൾജായിട്ട് അഡ്മിറ്റാണ്. അപ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞു, എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ പോയി ചെയ്യാം. അപ്പോൾ ആൾ പറഞ്ഞത് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ബാത്റൂമിലേക്ക് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യാൻ പാടില്ല, 2 കാലും ഉയർത്തി വെച്ച് കിടക്കണം. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോയി. എൻ്റെ അമ്മ ഒരു ലങ്സ് കംപ്ലൈൻ്റുള്ള ആളായിരുന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും അമ്മയ്ക്ക് എന്നോട് സഹകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ 3-ാമത്തെ ദിവസം അപ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് തന്ന എല്ലാ വെഞ്ചരിച്ച വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് വന്നു. ഇത് ഞാൻ വീട്ടിലേക്ക് ആദ്യം വരുന്നത് ഞായറാഴ്ചയാണ്, പിന്നത്തെ ശനിയാഴ്ചയാണ് 2ാമത്തെ സ്കാനിങ്. അത് സ്കാൻ ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, യൂട്രസിലുണ്ടായിരുന്ന എല്ലാ ബ്ലീഡിങ്ങും ക്ലീൻ ആയോ എന്നറിയാനുള്ള ഒരു സ്കാനിങ് ആണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ആദ്യം കുറച്ച് വിഷമം ഉണ്ടായെങ്കിൽ കൂടിയും ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ വീട്ടിലേക്ക് പോയി. അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ കോണി കയറി ഇറങ്ങിയതിനൊന്നും കയ്യും കണക്കില്ല. അന്നത്തെ സാഹചര്യങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. ശനിയാഴ്ച ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിന് പോവാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇത് പൂർണ്ണമായി പോയിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ സ്കാനിങ്ങിന് പോയപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് സ്കാൻ ചെയ്യാൻ. പക്ഷേ എൻ്റെ മുഖം കണ്ടതും ആ ഡോക്ടർ എന്നെ വേഗം വിളിച്ചു. എന്തായി, മുഴുവനായിട്ട് പോയോ, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കുന്ന ഓരോ മിനിറ്റിലും ഡോക്ടറുടെ മുഖത്ത് അത്ഭുതമായിരുന്നു. ആ ഡോക്ടർ വീണ്ടും ആ സ്ക്രീൻ അന്ന് ചെയ്ത പോലെ തന്നെ എൻ്റെ മുന്നിലേക്ക് തിരിച്ചു വെച്ചിട്ട് എന്നെ അത്ഭുതത്തോടെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ചേച്ചി എവിടെയാണ് പോയത്, എവിടെ പോയിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ചേച്ചി അന്ന് വന്നപ്പോൾ യൂട്രസ് കംപ്ലീറ്റ് ബ്ലീഡിങ് ആയിരുന്നു. അതിൻ്റേതായ ഒരു ലക്ഷണങ്ങളും ഇപ്പോൾ ചേച്ചിയുടെ യൂട്രസിലില്ല. അതുമാത്രമല്ല, ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ണിയെയാണ് ചേച്ചിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കൃപാസനത്തിൽ മാതാവിൻ്റെ അടുത്ത് പോയി വാങ്ങിയ ഉണ്ണിയാണ്, നഷ്ടപ്പെടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് വീട്ടിലേക്ക് തിരിച്ചു പോയത്. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ആദ്യം ചെയ്തത്, ഞാൻ ഉടമ്പടി പത്രങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊരു മദർ ഹോസ്പിറ്റലാണ്, മുസ്ലിം ഏരിയയാണ് അവിടെ കൂടുതൽ. അപ്പോൾ എനിക്ക് കുറച്ച് പേടിയും മറ്റുണ്ടായിരുന്നു മറ്റേ മതസ്ഥർക്ക് ഇത് കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ വാതിൽ മുട്ടി അവർ തുറക്കുമ്പോഴും പർദ്ദയിട്ട സ്ത്രീകളാണ് എൻ്റെ കയ്യിൽ നിന്ന് അന്ന് പത്രം വാങ്ങിച്ചത്. അവിടുന്ന് 2 മാസമായപ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു ആഗ്രഹം വന്നു. മറ്റൊന്നുമല്ല, എനിക്ക് ഉണ്ണിക്കൊരു പേരിടണം, നല്ല അർത്ഥമുള്ള, ബൈബിളിൽ നിന്ന് തന്നെ ഒരു പേര് വേണം.
ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണല്ലോ, അപ്പം അങ്ങനത്തെ ഒരു പേര് വേണം. ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ട് സാക്ഷ്യം കേട്ടാലും ആ സാക്ഷ്യം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ തന്നെ അതിൽ ഇതേപോലെ തന്നെ ഒരു അമ്മയ്ക്കൊരു കൊച്ചുണ്ടായി. ആ കൊച്ചിനിട്ടിരിക്കുന്ന പേര് സാമുവൽ എന്നാണ്. ഇതാണ് എൻ്റെ മോൻ സാമുവൽ ഗിബ്സൺ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ 2 മാസമുള്ളപ്പോൾ തന്നെ ഞാൻ ബൈബിളിൽ എഴുതി വെച്ചു സാമുവൽ ഗിബ്സൺ. ആദ്യമൊക്കെ മറ്റുള്ളവരത് പൊട്ടത്തരമായിട്ടാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ഒരു മകനാണെന്ന്. പക്ഷേ അധികം താമസിക്കാതെ 3 മാസത്തെ ഉടമ്പടി കഴിഞ്ഞു. പിന്നെ മെല്ലെ മെല്ലെ പ്രതികൂല അവസ്ഥകളൊക്കെ വന്നപ്പോൾ ഞാൻ മാതാവിനെ വിട്ടു, ഉടമ്പടി വിട്ടു, എല്ലാം വിട്ടു. പിന്നെ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ മാതാവ് എന്നെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഭവനത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചില പ്രത്യേക തടസ്സങ്ങൾ കാരണം നമുക്ക് വീട് മാറി പോകാൻ പറ്റുന്നില്ല. ആ ആഗ്രഹവും മാതാവ് സാധിച്ചെന്നു. ഭവനം എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നത്. ഒന്നൊരു ഭയവും ഒന്ന് ഒരു ആഗ്രഹവുമായിരുന്നു. അത് ഞാൻ അധികം ആരോടും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം മാത്രമേ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നല്ല, നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിൽ തുറന്ന് ആര് കയറി വരുമ്പോഴും ആദ്യം കാണേണ്ടത് ഈശോയും കൃപാസന മാതാവിനെയും ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം. 2ാമത്തത് എൻ്റെ അയൽപ്പക്കം, നല്ലൊരു അയൽപ്പക്കത്തെ തന്ന് അനുഗ്രഹിക്കണമെന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്കൊരു ഭയമായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും മാതാവ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള തെളിവായിട്ട് ഞങ്ങളിത് പണികഴിപ്പിച്ച വീടല്ല, വേറൊരു വ്യക്തി പണികഴിപ്പിച്ച വീടാണ് ഞങ്ങൾ വാങ്ങിയത്. വാതിൽ തുറക്കുമ്പോൾ തന്നെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ ആദ്യം കാണുന്നത് മാതാവിനെയും ഈശോയെയുമാണ്. അതുപോലെ ഈ പള്ളിയുമായി നന്നായി ഇടപഴകി പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്ന നല്ലൊരു അയൽവക്കക്കാരെയാണ് എനിക്ക് ഈശോ മാതാവ് നൽകിയത്. ഉടമ്പടി ആദ്യത്തെ ഉഴപ്പി അതിൽ നിന്നൊക്കെ മറന്നുപോയെങ്കിലും ഞാനും എൻ്റെ മകനും കൂടി സഞ്ചരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അപകടമുണ്ടാവുകയും റോഡിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്തു. സ്കൂട്ടറായിരുന്നു, പക്ഷേ വണ്ടി ഓപ്പോസിറ്റ് പോയിരുന്നെങ്കിൽ കൂടുതൽ അപകടമുണ്ടായേനെ. ഞാൻ നേരെ തിരിച്ച്, ആരോ പറയുകയാണ് നീ തിരിക്കി മതിലിൻ്റെ അവിടേക്ക് തിരിച്ചോ എന്ന്. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ ഓർക്കുന്നത് ചുറ്റും ആളുകളാണ്, ഞാൻ കിടക്കുന്നത് നടു റോട്ടിലാണ്, എപ്പോഴും വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. പക്ഷെ ഒരു വണ്ടി പോലും ആ സമയത്ത് വന്നില്ല. അതുമാത്രമല്ല ഒരു പോറൽ പോലുമില്ല. ഞാൻ ഇതിന് മുൻപും ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്, കിടക്കയിലേക്ക് കിടത്തുന്നത് പോലെയാണ് അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ കിടത്തിയതെന്ന്. അതേ അനുഭവമാണ് എനിക്കും എൻ്റെ മകനുണ്ടായി. ഇന്നലെ വരെ അവൻ അത് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു, കട്ടിലിൽ ഇങ്ങനെ കിടക്കല്ലേ ആർന്നേ അമ്മയെന്ന്. അതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഞാൻ വീണ്ടും 2026 ജനുവരിയിൽ 14-ാം തീയതി വീണ്ടും വന്ന് ഉടമ്പടി എടുത്തു. പുതുക്കൊന്നും ചെയ്തില്ല, കാരണം അതെല്ലാം ഫ്ലോപ്പായെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഫ്ലോപ്പായെങ്കിൽ 2ാമത്തെ എനിക്ക് ഈശോയും മാതാവും ആഗ്രഹിക്കുന്ന രീതിയിൽ അത് ചെയ്യണമെന്നുള്ള ഒരൊറ്റ വാശിയിലാണ് ഞാൻ ഈ പ്രാവശ്യം ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ഞാനത് പലവട്ടം ചെയ്താലും ഞാൻ ഇങ്ങനെ നോക്കും, ഈശോ ആഗ്രഹിച്ച പോലെ ആയോ എന്ന്. ഞാൻ എൻ്റെ 2 ഡിസ്കും ബൾജാണ്. എനിക്ക് ഏറ്റവും സങ്കടം, കിടക്കുന്ന സമയത്ത് എനിക്ക് നിവർന്ന് കിടക്കാൻ പറ്റില്ല, മലർന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിങ്ങനെ തണ്ടലിങ്ങനെ വിട്ടു പോകുന്ന പോലെയുള്ളൊരു ഫീലിംഗാണ്. അതെനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു. മറ്റേതൊക്കെ സഹിക്കാം. അത് ജനുവരി 30-ാം തീയതി ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും മലർന്ന് കിടന്നപ്പോൾ എനിക്ക് ആ വേദനയില്ല. എഴുന്നേറ്റ് നടക്കുമ്പോഴൊക്കെ വേദനയുണ്ട്, പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എന്താണോ വിഷമിച്ചിരുന്നത് ആ വേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റി. ഞാൻ എല്ലാ ദിവസവും രാത്രി നിവർന്ന് കിടന്നാണ് ഇപ്പോൾ ഉറങ്ങുന്നത്. പിന്നെ വെച്ചിരുന്നത് എൻ്റെ മകൻ. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എല്ലാം പ്രതികൂലമായ അവസ്ഥകളായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്ന ചിന്തകളെല്ലാം പൈശാചികമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ്റെ പെരുമാറ്റം, ഇവനെ ഒരിക്കലും എന്നെ അകന്ന് നിൽക്കില്ല. എൻ്റെ ഹസ്ബൻഡ് കൂടിയുണ്ടെങ്കിലും ഞാനില്ലാതെ അവൻ ഉറങ്ങില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലൂടെ പോയ ചിന്തകൾ എൻ്റെ മകനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തോ ഒരു പ്രശ്നം എൻ്റെ മകനുണ്ട്. ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ എഴുതി വെച്ചത് എൻ്റെ 2 മക്കൾക്കും ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കണമെന്നാണ്. ഇവൻ്റെ സ്കൂൾ പൂട്ടി മാർച്ച് 10-ാം തീയതി മുതൽ 3 ദിവസം ഞാൻ പറയാതെ തന്നെ, മുന്നേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്, പക്ഷെ അവൻ അന്നൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ പറയാതെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവൻ 3 ദിവസം എന്നെ അന്വേഷിക്കാതെ വളരെ സന്തോഷപൂർവ്വം അവിടെ അവൻ്റെ അമ്മാമ്മേരുടെ കൂടെ കഴിയുകയുണ്ടായി.
പിന്നെ വെച്ച ഒരു കാര്യം, എൻ്റെ അനിയൻ്റെ, ഞാൻ പറഞ്ഞ നീല പാൻറ്റുകാരിയായിട്ട് ഞാൻ അത്ര രസത്തിലല്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലിയ വലിയ ഭൂകമ്പങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥയായിരുന്നു. പരസ്പരം കാണാനോ വർത്തമാനം പറയാനോ ശരിക്കും ഉള്ളുകൊണ്ട് സ്നേഹിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അകൽച്ച, ഒരുപാട് വർഷത്തെ അകൽച്ച. അത് മാറ്റണമെന്നാണ് ഞാൻ അടുത്തതായിട്ട് വെച്ചിരുന്നത്. ദൈവാനുഗ്രഹത്താൽ ഞാൻ തന്നെ മുൻകൈയെടുത്ത് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയി. ഇതുവരെ അനുഭവിക്കാത്തൊരു ദൈവസ്നേഹം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അനുഭവിക്കാനും ഞങ്ങളുടെ കുടുംബം ഒന്നാവുകയും ചെയ്തു. ഇത്രയും നൽകിയ ദൈവമാതാവിന് തിരുകുമാരനും 1000 നന്ദി. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ഞാൻ ഇവിടെ ആദ്യം വന്നപ്പോൾ ജനുവരി മാസത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഒരു കെട്ട് പേപ്പറാണ് കൊണ്ടുപോയത്. പക്ഷെ രണ്ടാമത് വന്നപ്പോൾ എന്നോടൊരാൾ പറയുന്നുണ്ട്, നിനക്ക് ഇത് ചെയ്യാൻ വളരെ മടിയാണ്, സത്യമാണ്, എനിക്ക് നാണക്കേടൊക്കെ തോന്നും എങ്ങനെ ഈ പത്രം കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന്. പക്ഷെ അച്ഛനോട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ അത് ഞാൻ അണുവിട പോവാതെ ശ്രദ്ധിച്ച് എനിക്കത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്തോ ഒരു പൈശാചികത എന്നിലുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ 4 കെട്ട് പേപ്പർ വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ ശരിക്കും ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻപ്, ഒരു സ്റ്റോപ്പ് മുൻപ് ഞാൻ ഇറങ്ങി വഴിയിൽ നടന്ന് ഞാൻ ആ കടകളിലും പുറത്ത് കണ്ട ആളുകൾക്കൊക്കെ ഈ മാതാവിനെ കൊടുത്തു. അതുമാത്രമല്ല, അപ്പോഴും ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായില്ല. എനിക്ക് 2 പത്രം കളഞ്ഞു കിട്ടി. ആ 2 പത്രവും ഞാനെടുത്ത് ഞാൻ ഈശോയോട് നന്നായി പ്രാർത്ഥിച്ചു. അതായത് ഈശോ എങ്ങനെയാണോ ഈ പത്രം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ കൊടുക്കാൻ എന്നെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ഭംഗിയായ രീതിയിൽ, എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, അതുപോലെ കൊടുക്കാനായിട്ടുള്ള അനുഗ്രഹം മാതാവ് തന്നു. 2 ആഴ്ച കൂടുമ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകളും കുമ്പസാരിക്കും. ചിലപ്പോൾ 2 ആഴ്ചയ്ക്ക് മുൻപും എനിക്ക് കുമ്പസാരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോയിലേക്ക് അടുക്കാൻ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈശോ എന്നെ ഓർമ്മപ്പെടുത്തണമെന്ന്. അപ്പോൾ പണ്ടെങ്ങാണ്ടും കിടന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും എന്നെ ഈശോ ഓർമ്മിപ്പിക്കുകയും എനിക്കത് കുമ്പസാരിച്ച് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരാനും എന്നെ സഹായിക്കുന്നുണ്ട്. പിന്നെ അനാഥാലയങ്ങളിൽ പോകാനും വൃദ്ധസദനങ്ങളിൽ പോകാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മക്കൾക്ക് ഉടുപ്പില്ലാത്ത മക്കൾക്ക്, വഴിയിൽ കാണുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും. പല കാര്യങ്ങളും എൻ്റെ ഹസ്ബൻഡിന് അറിയില്ല, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടാണ് നടക്കുന്നത്. പിന്നെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ ഈശോയുടെ സ്വന്തമാകണമെന്നുള്ളൊരു ആഗ്രഹം, അടിയുറച്ച ആഗ്രഹം, അതുപോലെ തന്നെ നിറവേറ്റണമെന്നുള്ള ആഗ്രഹവും. ഞാൻ ഇന്നിവിടെ വരാനുള്ള പ്രധാന കാരണം ജോസഫ് അച്ഛനാണ്. ഞാൻ സാക്ഷ്യം 14-ാം തീയതി പറയാം എന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്, കഴിഞ്ഞ 14-ാം തീയതി. പക്ഷെ ഞങ്ങളുടെ അവിടെ നിന്നുള്ള വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനത് വീണ്ടും മാറ്റി. കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു ഈ വണ്ടി ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. പക്ഷേ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അവസാനം പറഞ്ഞൊരു വാചകം അതെന്നെ ചീത്ത വിളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഈശോയിൽ നിന്നും മാതാവിൽ നിന്നും അനുഗ്രഹം വാങ്ങിച്ചിട്ടും ഇതുവരെ വന്ന് സാക്ഷ്യം പറയാത്തവർ ഈ ആഴ്ച തന്നെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആ വാചകം. അത് ശരിക്കും എനിക്ക് എന്നോട് ദേഷ്യപ്പെട്ട് പറയുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞങ്ങൾ വണ്ടിയെടുത്ത് വളരെ സന്തോഷപൂർവ്വം 2 മക്കളെയും കൂട്ടി എൻ്റെ ഭർത്താവിനെയും കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു. ഒരുപാട് നന്ദി.